മീഡിയയിലൊക്കെ വളരെ കോൺട്രവേഴ്സ്യലായിട്ട് ചർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് അമ്മമാർ അല്ലെങ്കിൽ അപ്പന്മാർ കുഞ്ഞുങ്ങളെ മൃഗീയമായിട്ട് കൊലപാതകത്തിനെയും ക്രൂരമായി അവരെ മാനസികമായിട്ട് ശരീരമായിട്ട് പീഡിപ്പിച്ചിട്ട് കൊല ചെയ്യുന്ന പല വാർത്തകളും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദിന്റെ മരണവാർത്ത പുറത്തു വരുമ്പോൾ ആദ്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് രണ്ടാനച്ഛനായ അഷ്കറിന്റെ മൊഴി മാത്രമാണ്. എന്നാൽ പിന്നീടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ മർദ്ദനത്തിനൊടുവിലാണ്, അതായത് ക്രൂരമായ മർദ്ദനം നേരിട്ട 1.5 വയസ്സുകാരൻ കൊലപാതകത്തിനിരയാവുകയായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. അതിനു പിന്നിൽ ആ കുഞ്ഞിന്റെ അമ്മയും രണ്ടാനച്ഛനായ അഷ്കറുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതൊരു കണ്ടീഷനാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇവരെ കുറ്റക്കാരായിട്ട് വിധിക്കാറുണ്ട്. ഇവരെ എല്ലാവരും തേച്ചു കൊടുക്കാറുണ്ട്. പല ഇതിൽ ഇവരെ ഇമോഷണലി തകർക്കാറുണ്ട്. പല മൃഗീയമായിട്ട് ഇവരെ തന്നെ കുറേ മർദ്ദിക്കാറിയുണ്ട്. പക്ഷേ ഒരു ഹിപ്നോട്ടിസ്റ്റ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ എന്ന രീതിയിൽ വേറൊരു ആംഗിൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു മെൻ്റൽ കണ്ടീഷനാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇവർ ചിന്തിച്ചു നോക്കുക എന്തായിരിക്കും ഇവരുടെ മെൻ്റൽ കണ്ടീഷൻ, നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. അതിൽ പല രീതിയിൽ വരാം. ചില സാഹചര്യങ്ങളിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ആളുകൾ അവർ മിക്കവരും ഒരു പേഴ്സണൽ ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ടാകും. ആ ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന മിക്ക അമ്മമാരുടെയും ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് അവർക്കൊന്നുകിൽ ഒരു PTSD അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കാം. അതും കൂടെങ്കിൽ ഡെലിവറിക്ക് ശേഷം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, അത് എക്സ്ട്രീം ഡിപ്രസീവ് കണ്ടീഷനിലേക്ക് വന്നിട്ടുള്ള മിക്ക അമ്മമാർക്കും ഈ ഒരു സ്റ്റേജിലേക്കും വരാം. കാരണം ഒരു എംപതിയോ കുട്ടികൾക്കുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ടോ ഒന്നും ഫീൽ ചെയ്യുകയില്ല. അപ്പോൾ കൂടെ നിൽക്കുന്ന ആളുടെ കൂടെ സപ്പോർട്ടോടെ ഉണ്ടെങ്കിൽ അവർക്ക് മൃഗീയമായിട്ട് ഈ അവസ്ഥയിലേക്ക് പോകാൻ പറ്റുകയും ചെയ്യും. അവർക്ക് ദേ ലൂസ് എംപതി വിത്ത് ദം. ഇതൊരു കണ്ടീഷനാണ്. ഈ ഒരു അവസ്ഥ നമുക്ക് ഇവരെ ഒരു കൺസിഡറേറ്റീവായിട്ട് പരിഗണിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എയർലി ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂടാതെ അടുത്തൊരു കണ്ടീഷൻ വരുവാണെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. ഇതായിരിക്കും മിക്ക കേസുകളുടെയും പിന്നിലുള്ള ഒരു കാരണം. ASPD എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇങ്ങനെയുള്ളവരുടെ സിംറ്റംസ് എന്താണെന്ന് പറയാം. ഇവർക്ക് ആദ്യം പറഞ്ഞതുപോലെ ഒരു രീതിയിലുള്ള എംപതിയും ഒരു കുട്ടികളോടും ഉണ്ടാവില്ല. അവർക്ക് കുട്ടികൾ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. കാരണം അവർ നോക്കുമ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിലേക്കോ അവർക്ക് മാനസികമായിട്ടും അവരുടെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും ദേ ആർ ഇൻഹിബിഷൻ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ആയിട്ട് ഫീൽ ചെയ്യാം. അടുത്ത കണ്ടീഷനിലേക്ക് അവർക്ക് ഫീൽ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് ഈ കുട്ടികളിലേക്ക് അവരുടെ കരച്ചിലോ അവരുടെ ആ ഇമോഷൻസോ സങ്കടങ്ങളോ ഒന്നും അവർക്ക് ഫീൽ ചെയ്യുകയില്ല. അത് ഇമോഷണൽ റെസിലിയൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. ഇറിറ്റബിലിറ്റി ആയിരിക്കും അവർക്ക് കൂടുതലുണ്ടാവുക. അപ്പോൾ ഈ കണ്ടീഷനുള്ള ആളുകളെ ആദ്യം നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ തുടർച്ചയായിട്ട് ഈ കണ്ടീഷൻ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്കിത് കാണാൻ പറ്റുന്ന വാർത്തകൾ വളരെ പോപ്പുലറായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ പബ്ലിക് കാണുന്ന രീതി വേറൊരു രീതിയാണെങ്കിൽ ആസ് എ ഹിപ്നോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ എന്ന രീതിയിലേക്ക് വേറെ രീതിയിൽ ഇവരെ നമ്മളെടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സിംറ്റംസ് ഉള്ള ഒരുപാട് ആളുകൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി സ്റ്റേബിൾ ആണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും. ഇവരുടെ അവസ്ഥയും ഒരുപക്ഷെ പണ്ടിങ്ങനെ ആയിരുന്നിരിക്കാം. പെട്ടെന്നൊരു സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ അവരുടെ മാനസികമായ അവസ്ഥകൾ കൊണ്ടോ ഇങ്ങനെ ആയിപ്പോയതും ആയിക്കൂടാതില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് നമുക്കും ഒരു പ്രിക്കോഷ്യസ് ആയിട്ട് നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതും ചെയ്യേണ്ട ഒരു കാര്യം. ഒരു സെൽഫ് അവെയർനെസ് അല്ലെങ്കിൽ സെൽഫായിട്ട് ഒരു ഇവാലുവേഷൻ എല്ലാവർക്കും വേണ്ടതും കൂടി തന്നെയാണ്. അപ്പോൾ ദിസ് ഇസ് എ വേ. ഈ ഒരു രീതിയിൽ നമ്മളെ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്താൽ ഒരു ഇമോഷണൽ റെസിലിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമ്മുടെ ഫെല്ലോ ബീയിങ് ആയിട്ട് നമ്മുടെ കൂടെയുള്ള ആളുകളായി അവരുടെ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ തുടർച്ചയായിട്ട് സൂയിസൈഡിനെ പറ്റി പറയുകയോ അല്ലെങ്കിൽ ഇറിറ്റേഷനെ പറ്റി പറയുകയോ പബ്ലിക്കിൽ നിന്ന് മാറി നിൽക്കുകയോ അതുമല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടൊക്കെ ക്രൂരമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ അവരോട് ബിഹേവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് ദം ടു എ കൗൺസിലർ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ കൊണ്ടുപോയി ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന് നമുക്കൊരു പ്രതിവിധി കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള. പലരും വിചാരിക്കും അതൊന്നും ശരിയുള്ള കാര്യമല്ല. കാരണം ഒരു മെൻ്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറെ പോയി കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട്. നമുക്കറിയാം. അങ്ങനെ ഒന്നും കൺസിഡർ ചെയ്യാതെ ഇത്തരം ആളുകളെ പൂർണ്ണമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ തുടർച്ചയായിട്ട് ഇത്തരം വാർത്തകൾ കാണുന്ന പല കണ്ടീഷൻസ് കാണാം. ഇന്നല്ല പല നാളുകൾക്ക് മുൻപേ ഇതേ സെയിം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും സെയിം അവസ്ഥകൾ നമ്മൾ വാർത്തയിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. സോ ഇവരെ ഈ ഒരു ലേബലിൽ നമ്മൾ കാണാതെ ഒരു മെൻ്റലി
ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കാണാം. ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി ഇവരെ നേരെ കൊണ്ടുപോരാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇവർ ഏത് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുത്താൽ തന്നെയാണെങ്കിലും അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് അത് തന്നെ ആയിരിക്കുകയും ചെയ്യും. അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സോഴ്സും ഇത് തന്നെയാണ്. സോ ലെറ്റ് us join our hands together. ഇങ്ങനെയുള്ള ഒരു ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കെല്ലാവർക്കും കൈകൾ കോർക്കാം. താങ്ക് യു ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം. ദിസ് ഇസ് ജിനു ജെയിംസ് സൈനിങ് ഓഫ്.